പ്രിയമുള്ളവരെ, ആറ്റുനോറ്റിരുന്ന പ്രാർത്ഥിച്ച് കൈവന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ബി.ജെ.പിക്ക് കൈവിട്ടു പോകും എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ചും കണ്ണമ്മൂല വാർഡിൽ നിന്ന് വിജയിച്ച കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ ഇന്നലെ മന്ത്രി ശിവൻകുട്ടിയെ കണ്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ്. മറ്റൊരു സ്വതന്ത്രൻ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധീഷ് കുമാർ. അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അവിടെ ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചതുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിം ലീഗിന് വെറും 183 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അപ്പോൾ രണ്ട് സ്വതന്ത്ര കൗൺസിലർമാരുണ്ട്, കണ്ണമ്പൂലയിലും പൗണ്ട് കടവിലും. ഇവർ രണ്ടുപേരും കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആള് എന്നാണ് പറയുന്നത്. പൗണ്ട് കടവിലെ സുധീഷ് കുമാറിൻ്റെ പശ്ചാത്തലം കുറച്ചുകൂടി വ്യക്തമാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. പക്ഷേ പാറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. ചില ഇടങ്ങളിലൊക്കെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ നിലപാടുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സ്വാധീനിക്കുക എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മാത്രമല്ല, ഈ പാറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ LDFും UDFും അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്ന ഒരു വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം സുധീഷ് കുമാർ കോൺഗ്രസിൻ്റെ വിമതനും അദ്ദേഹത്തെ പിന്തുണയ്ക്കും. അങ്ങനെ 50-50 എന്ന നിലയിലെത്തുകയും പിന്നെ ടോസിലൂടെ ഒരു മേയറെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് പോവുകയുമാണ് ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴുള്ള ധാരണ പ്രകാരം പാറ്റൂർ രാധാകൃഷ്ണൻ ആദ്യത്തെ 2.5 വർഷം മേയറാകും. അതിനുശേഷം സുധീഷ് കുമാർ മേയറാകും എന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ പോകുന്നത്. ആദ്യ ടൈമിൽ ഈ പാറ്റൂർ രാധാകൃഷ്ണൻ മേയറാകുമ്പോൾ സുധീഷ് കുമാർ ഡെപ്യൂട്ടി മേയറാകും. രണ്ടാമത്തെ പ്രാവശ്യം സുധീഷ് കുമാർ മേയറാകുമ്പോൾ പാറ്റൂർ രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി മേയറാകും. പക്ഷേ ഇതിനുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇങ്ങനെ UDFും LDFും രണ്ട് സ്വതന്ത്രന്മാരും ഒന്നിച്ചു നിന്നാൽ പോലും 50-50 എന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകുക. 50 കൗൺസിലർമാർ BJPക്കും 50 കൗൺസിലർമാർ BJPക്ക് എതിർ നിൽക്കുന്ന LDF UDF സ്വതന്ത്രന്മാരെല്ലാവരും കൂടി ഉണ്ടാകും. അപ്പോൾ ടോസ് ഇടുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ ഈ വോട്ടിടുന്ന സമയത്ത് ഏതെങ്കിലും കൗൺസിലർമാരുടെ വോട്ട് അസാധുവായാൽ ഭരണം അട്ടിമറിക്കപ്പെടാം. അസാധുവാകുന്ന കൗൺസിലറുടെ മുന്നണി പരാജയപ്പെടുകയും എതിർ മുന്നണി വിജയിക്കുകയും ചെയ്യാം. അങ്ങനെ BJPയുടെ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കൗൺസിലർമാരെയൊക്കെ വിലക്കെടുത്തുകൊണ്ട് ചിലപ്പോൾ അവർ വോട്ട് അസാധുവാക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ വസ്തുത. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ച് ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അവരെ സംബന്ധിച്ച് ഒരിക്കലും പാറ്റൂർ രാധാകൃഷ്ണനെയോ സുധീഷ് കുമാറിനെയോ മേയറാക്കി ഒരു സമവായത്തിന് സാധ്യതയില്ല. കാരണം BJPയെ സംബന്ധിച്ച് വളരെ വർഷങ്ങൾ കാത്തിരുന്ന ഒരു മേയർ സ്ഥാനം ഇങ്ങനെ കിട്ടുമ്പോൾ അവർക്ക് ഏതെങ്കിലും സ്വതന്ത്രനെ പിന്തുണച്ചുകൊണ്ട് മാറി നിൽക്കുക സാധ്യമല്ല എന്ന വിലയിരുത്തൽ വരികയാണ്. BJP ഈ സ്വതന്ത്രന്മാരെ സമീപിച്ച് പറയുന്നത് തങ്ങളെ മേയർ സ്ഥാനത്തേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണം എന്നാണ് പറയുന്നത്. പക്ഷേ UDFിൻ്റെയും LDFിൻ്റെയും നിർദ്ദേശം അവരെ തന്നെ മേയറാക്കാം എന്നതാണ്. അതാണിപ്പോൾ അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്, അവർക്കുള്ള ഒരു മുൻഗണന എന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് മേയറാകാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും സുധീഷ് കുമാർ അതുപോലെ പാറ്റൂർ രാധാകൃഷ്ണൻ ഈ രണ്ടുപേരും 2 ടേമുകളിലായിട്ട് മേയർമാരാകുന്ന ഒരു സ്ഥിതിവിശേഷം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ട് എന്ന ഒരു ധാരണ മാധ്യമങ്ങളിലൂടെ പരക്കുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോഴും ഞാനൊരു തിരുവനന്തപുരം നിവാസി കൂടിയാണ്. അപ്പോൾ കിട്ടുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ് എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മറ്റൊരു കാര്യം, ഈ കോർപ്പറേഷൻ ഇലക്ഷനുമായി ബേസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ജനുവരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുവാനുണ്ട്. ആകെ 101 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 സീറ്റുകളിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ. ഇനി നടക്കാനുള്ളത് വിഴിഞ്ഞം വാർഡിലാണ്. ആ വാർഡ് BJPയെ സംബന്ധിച്ച് പ്രതീക്ഷയില്ലാത്ത വാർഡാണ്. ന്യൂനപക്ഷ തീരദേശ മേഖലയാണ്. അവിടെ LDF അല്ലെങ്കിൽ UDF ആയിരിക്കും വിജയിക്കുക. അങ്ങനെയാണെങ്കിൽ 51-50 എന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ BJPക്ക് 50, എതിർപക്ഷത്ത് LDFും UDFും സ്വതന്ത്രന്മാരും കൂടി ചേർന്നാൽ 51 എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ BJPയുടെ ഭരണം വീണ്ടും കഷ്ടത്തിലാകും. BJP ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും അട്ടിമറി കാണിച്ച് അധികാരത്തിൽ വന്നാലും അത് അധികകാലം നീണ്ടു നിൽക്കുവാൻ സാധ്യതയില്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും ചിലപ്പോൾ ഈ അവസരത്തിൽ LDFും UDFും ഒന്നിച്ചു നിന്ന് ഒരു സമവായത്തിന് ശ്രമിക്കുവാൻ സാധ്യതയില്ലെങ്കിൽ പോലും, കാരണം 6 മാസങ്ങൾക്ക് അകം തിരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ BJP LDFും UDFും ഒന്നിച്ചു നിന്ന് തങ്ങളെ
തോൽപ്പിച്ചു എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പകർത്തിയാൽ അത് BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്ന ഒരു വിലയിരുത്തലുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ 6 മാസം BJPയെ ഭരിക്കുവാൻ അനുവദിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനകത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഫലം കൂടി വന്നതിന് ശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം BJPയുടെ ഭരണം അത് അട്ടിമറിച്ച് താഴെ ഇറക്കുവാൻ LDFും UDFും കൂടി ശ്രമിച്ചേക്കും എന്ന ഒരു വസ്തുത കൂടി തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലുണ്ട്. എന്തായാലും ജനുവരി 12-നാണ് ഇലക്ഷൻ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് റിസൾട്ട് ഒരിക്കലും BJPക്ക് അനുകൂലമായിരിക്കില്ല. BJPയുടെ തിരുവനന്തപുരം ഭരണം അത് അധികകാലം നീണ്ടു നിൽക്കില്ല. വന്നാൽ പോലും വരുവാനുള്ള സാധ്യത തന്നെ വിരളമാണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പാറ്റൂർ രാധാകൃഷ്ണനെ ഫസ്റ്റ് ടൈം കോർപ്പറേഷൻ മേയറാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് LDFും UDFും തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുണ്ട്. കവടിയാർ അവിടെ വിജയിച്ച കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ അദ്ദേഹം ഒരുപക്ഷെ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന പക്ഷം തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന പക്ഷം അദ്ദേഹത്തിന് കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് എന്തായാലും UDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്, അതായത് നിയമസഭയിൽ. അങ്ങനെ നിയമസഭയിലേക്ക് ശബരിനാഥൻ മത്സരിച്ചു വിജയിച്ചാൽ അദ്ദേഹത്തിന് കവടിയാറിലെ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നൊരു വസ്തുതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മധുസൂദനൻ നായരെ 74 വോട്ടുകൾക്കാണ് ശബരിനാഥൻ പരാജയപ്പെടുത്തിയത്. പക്ഷേ മധുസൂദനൻ നായർ എന്ന് പറയുന്നത് കോർപ്പറേഷനകത്ത് വലിയ സ്വാധീനമുള്ള BJP നേതാവാണ്. അദ്ദേഹം മിക്കപ്പോഴും വാർഡുകൾ മാറിയൊക്കെ മത്സരിച്ച് വിജയിച്ച ഒരു പാരമ്പര്യമുള്ള ആളാണ്. മിക്കപ്പോഴും ഈ കവടിയാറിൽ ഈ ശബരിനാഥൻ വിജയിച്ചാൽ കോർപ്പറേഷൻ മേയറാകും എന്ന ഒരു വിലയിരുത്തൽ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഓട്ടൻ പാറ്റയിൽ വിജയിക്കുവാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 2020 അവിടെ കോൺഗ്രസ് ഒരു വോട്ടിന് മാത്രം വിജയിച്ച ഒരു സീറ്റാണ് കവടിയാർ. അപ്പോൾ ശബരിനാഥൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP അവിടെ വിജയിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഒരു സമവാക്യങ്ങൾ വീണ്ടും തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകും എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ഷൻ റിസൾട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു അപ്രമാദിത്യം അത് നഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭാ ഇലക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ, കാട്ടാക്കട, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ BJPക്ക് ലീഡുണ്ടായിരുന്നത് ഇപ്പോൾ നേമത്തും വട്ടിയൂർക്കാവിലും മാത്രമായി കുറയുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ്സിന് അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണം കുറയുന്നു. LDF ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട പ്രകടനം നിയമസഭാ ഇലക്ഷൻ്റെ ഒരു അവലോകനത്തിൽ നേടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ഒന്നും നമ്മൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഇലക്ഷൻ്റെയും ജനങ്ങൾ വിലയിരുത്തുന്ന അവരുടെ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായിരിക്കാം. നിയമസഭാ ഇലക്ഷനിൽ വ്യത്യസ്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ വോട്ട് രേഖപ്പെടുത്തുക. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.